പണ്ടുകാലങ്ങളിൽ നമ്മുടെ മിക്കവാറും വീടുകളിലും നട്ടു വളർത്തിയിരുന്ന ഒരു ഔഷധ സസ്യമാണ് യശങ്ക്. തണ്ടുകളിലും ഇലയുടെ അഗ്രഭാഗത്തും കൂർത്ത മുള്ളുകളും കട്ടുകൂടിയ ഇലകളോടുകൂടിയതുമായ കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെടുന്ന ഈ സസ്യം ഇന്ന് അന്യം നിന്ന് പോകുന്ന അവസ്ഥയിലാണ്. ഇന്ത്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും കാണപ്പെടുന്ന ഈ സസ്യം സാൽവഡറേസിയെ എന്ന ഫാമിലിയിൽപ്പെട്ടതാണ്. അസിമ ടെട്രാകാന്ത എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം. ആയുർവേദത്തിൽ ഈ സസ്യം ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ചുമ, കഫക്കെട്ട്, ആസ്മ തുടങ്ങിയ ശ്വാസസംബന്ധമായ അസുഖങ്ങൾക്ക് ഈ സസ്യത്തിന്റെ ഇലയുടെ നീര് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ചെവി വേദനയ്ക്ക് ഈ ചെടിയുടെ നീര് ചെവിയിൽ ഇറ്റിക്കുന്നതിനായി ഉപയോഗിക്കാം. പല്ലുവേദനയുള്ളപ്പോൾ ഇതിന്റെ ഇല ചതച്ച് വേദനയുള്ള ഭാഗത്ത് വയ്ക്കാവുന്നതാണ്. യശങ്കിന് കൂടുതൽ അളവിൽ മൂത്രം ഉൽപ്പാദിപ്പിക്കാനുള്ള ഗുണമുള്ളതിനാൽ ഇത് സന്ധിവാതം, നീര്, ഗ്രഹണി എന്നീ അസുഖങ്ങൾക്ക് ഫലപ്രദമാണ്. ഇതിന്റെ ഇലയും വേരും പ്രസവാനന്തര ശുശ്രൂഷയുടെ ഭാഗമായി അമ്മമാർക്ക് കുറുക്കി കൊടുക്കുവാൻ ഉപയോഗിക്കുന്നു. ഈ ചെടിയിൽ ഫ്രിഡലൈൻ എന്ന ഒരു ഘടകം അടങ്ങിയിരിക്കുന്നു. ഇതിന് വളരെ ശക്തിയേറിയ ഒരു ആന്റി ഓക്സിഡന്റ്, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി അൾസർ ഗുണങ്ങളുണ്ട്. ഈ ഗുണങ്ങളാണ് ഇതിനെ ഒരു ദിവ്യ ഔഷധമാക്കി മാറ്റുന്നത്. ഒരു ഔഷധത്തെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പറയുന്ന കാര്യങ്ങൾ അത് ഔഷധമായി ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ്. എന്തെന്നാൽ ആയുർവേദ ഔഷധങ്ങൾ രോഗങ്ങൾക്കുള്ളതല്ല, മറിച്ച് രോഗിക്കുള്ളതാണ്. തമിഴിൽ മൽസംഗു എന്നും സംസ്കൃതത്തിൽ കുണ്ടലി എന്നും ഇംഗ്ലീഷിൽ നീഡിൽ ബുഷ് എന്നും അറിയപ്പെടുന്ന ഈ ഔഷധം അന്യം നിന്ന് പോകാതെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്.